സാമ്പാറിന് ആവശ്യമായി നമുക്ക് ആദ്യം പരിപ്പാണ് വേണ്ടത്. ഞാൻ ആ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കട്ടുപയർ ഇട്ട് കൊടുക്കാം. 2-3 ഒരു 4-5 പീസ് കുഞ്ഞുള്ളി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിരപ്പേ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. 4 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഈ അടുപ്പിലോട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. തണുപ്പായതുകൊണ്ട് ഇച്ചിരി കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടെ നന്നായി വഴരട്ടെ. വെണ്ടയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് വരാതിരിക്കാനാണ് സാമ്പാറിന്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന്. ഞാനിവിടെ വിത്തൗട്ട് സാമ്പാർ പൗഡറാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. നമുക്ക് പൊടികളെടുക്കാം. നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 പീസ് കായത്തിൻ്റെ കഷ്ണം. നിങ്ങളുടെ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ടാൽ മതി. ഞാനിവിടെ കായത്തിൻ്റെ പീസാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത പൊടികളെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, ഞാനിവിടെ കിഴങ്ങാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ചേമ്പുണ്ടെങ്കിൽ ചേമ്പിടാം. വെള്ളരിക്ക. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വാളംപൊടിയുടെ പുളിയാണ്. അഥവാ ഇപ്പം അധികം പുളി ആവശ്യമില്ല, നമുക്ക് അധികം പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പുളി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളിയുടെ പുളി മാത്രം മതി. ഞാനിവിടെ ഇച്ചിരി പുളിയും കൂടെ ഒഴിക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് വേവാൻ വേണ്ടി നമുക്ക് കുക്കറിലേക്ക് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനത് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി. അപ്പോഴത്തേനും നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും. ഒരുപാട് 2-3 എണ്ണമൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. നമുക്ക് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കടുക് വറുത്തെടുക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാം. ആദ്യമായി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വറ്റൽ മുളക്, കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ ഒഴിച്ചു കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതെല്ലാം കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം മുളക് പൊടിയൊക്കെ കൂട്ടാവുന്നതാണ്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ ഇഡ്ഡലി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.